ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു റിയലിസ്റ്റിക് ഐ ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കണ്ണ് ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ആവുമെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം, അല്ലേ? ഇത് കണ്ണ് മാത്രമാണ് വരയ്ക്കുന്നത്. കണ്ണിൻ്റെ ആ സറൗണ്ടിങ്സ് അങ്ങനെ പോകുന്നില്ല. ജസ്റ്റ് ഒരു കണ്ണ്. ഓക്കെ, പിന്നെ പലതരം കണ്ണുകളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു വ്യൂ കൊടുക്കുന്ന ഒരു കണ്ണിനെയാണ് ഞാൻ മനസ്സിൽ കാണുന്നത് കേട്ടോ. ആ കണ്ണിലൂടെ ഒരു വ്യൂ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ അങ്ങനത്തെ ഒരു റെഫറൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം ഞാൻ ഔട്ടർ വായിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പോളിഷിങ് പരിപാടിയൊക്കെ, പോളിഷിങ്ങിലാണ് മെയിനായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്. ആ ഔട്ടറിൽ ഇത് വരുന്നില്ല, അത്രയും ഇത് വരുന്നില്ല. പക്ഷേ പോളിഷിങ് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടി വരും. കാരണം അങ്ങനത്തെ ഒരു റെഫറൻസാണ് എടുത്തിരിക്കുന്നത്. എത്രത്തോളം ആവുമെന്നൊരു ഐഡിയ ഇല്ല. ഞാനിങ്ങനെ ആലോചിക്കണം, കുറച്ച് നല്ല മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പതുക്കെ ഉള്ളിലിങ്ങനെ തോന്നുന്നുണ്ട്. അതൊരു നല്ല സൈനാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് പിന്നെ സ്റ്റാൻഡ് നോക്കുന്നുണ്ട്, കുറച്ച് കംഫർട്ടായിട്ടുള്ള. നമ്മൾ പഴയൊരു ഇതില്ലേ, കണ്ണിൽ നോക്കി സംസാരിക്കണം, അല്ലേ? പിന്നെ കണ്ണുകളെ പറ്റി കുറേ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ജയൻ്റെ പാട്ടൊക്കെ ഉണ്ടല്ലോ. കണ്ണും തമ്മിൽ എന്നൊക്കെ പറഞ്ഞ ഒരു പാട്ടിലെ ജയനൊരു അപാരം നടൻ തന്നെയാണ് കേട്ടോ. പിന്നെയും കുറേ കണ്ണുകളെ കുറിച്ചുള്ള കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. നല്ല സൗണ്ടായിരുന്നെങ്കിൽ പതുക്കെ ഒന്ന് പാടിയൊക്കെ നോക്കാമായിരുന്നു. ഒരു അങ്ങനെയെങ്കിലും കുറച്ച് ആരെങ്കിലുമൊക്കെ പാട്ടൊക്കെ കേട്ട് വ്യൂ ഒക്കെ കാണാൻ വന്നെങ്കിൽ ഒന്ന് വിചാരിക്കാം. വ്യൂസ് കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. സംഭവം കുറച്ച് കഴിയുമ്പോഴത്തേക്കും കയറുള്ളൂ. കാരണം ഡ്രോയിങ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓടി കയറുള്ളൂ. ഞാൻ ആദ്യം ഷോർട്സ് ഇട്ടപ്പോൾ വളരെ കുറവായിരുന്നു. പിന്നെയാണ് ആൾക്കാർ ജസ്റ്റ് നോക്കാനൊക്കെ തുടങ്ങിയത്. നമ്മളിങ്ങനെ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? അതാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോൾ കയറി വന്നൊരു പാട്ടാണ് ചന്ദ്രലേഖയാണ്. അതിനൊക്കെ തിരട എന്നൊരു തമിഴ് പാട്ട്. കണ്ണും കൊള്ളയടിച്ചാണെന്നൊക്കെ പറഞ്ഞൊരു പാട്ടില്ലേ, ആ ഒരു പാട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വന്നു. ഞാൻ കുറേ കേട്ട പാട്ടാണ് കേട്ടോ അത്. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇത് പറഞ്ഞതാണ്. പിന്നെ കണ്ണുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ കണ്ണാണ് ഏറ്റവും കൂടുതൽ ഫീലിങ്സ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ കാഴ്ചപ്പാടാട്ടോ. കാരണം നമ്മൾ സങ്കടപ്പെടുകയാണെങ്കിലും സന്തോഷിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഡിപ്രഷനാണെങ്കിൽ പോലും നമ്മുടെ കണ്ണുകൾ ഭയങ്കരമായിട്ട് ഫീലിങ്സ് കാണിക്കുന്നതാണ് എൻ്റെ ഒരു ഇത്. കണ്ണെപ്പോഴും ഇങ്ങനെ ഒരു നനഞ്ഞിരിക്കും, ഒരു ഫീലാണത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ആ കണ്ണ് ഒരു പ്രത്യേക ഇതാണ് ശരിക്കും പറയാം. നമ്മുടെ മനസ്സിലെ ഫീലിങ്സ് കണ്ണിലേക്ക് കയറി വരും. അതൊരു ട്രൂ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പിന്നെ നമ്മുടെ
കണ്ണുകളെ കുറിച്ചൊരു സേഫ്റ്റി ടിപ്പാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കണേ. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഡോക്ടറുടെ അടുത്ത് ഇങ്ങനെ കണ്ണിൻ്റെ ഇത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നുകൊണ്ട് കാണാൻ പോയപ്പോൾ ഈ സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞാണ് നമ്മുടെ കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിമ്മിപ്പിക്കണം. അത് കണ്ണിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടച്ചടച്ച് കൊടുക്കണം. ഫുൾ ടൈം ഇങ്ങനെ കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്യാതെ ഇങ്ങനെ നിർത്തരുതെന്ന് പറഞ്ഞ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇടയ്ക്ക് ഇങ്ങനെ സിസ്റ്റമൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കണ്ണിങ്ങനെ നനയ്ക്കണം. ചിലത് മോന്ന് കഴുകണം. കണ്ണിന് ഉള്ളിൽ നനച്ചു ഇത് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഡ്രൈ ആയി കഴിയുമ്പോൾ പിന്നീട് വേറെ ബുദ്ധിമുട്ടുകൾ വരുന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആരൊക്കെ സിസ്റ്റത്തിലും ഫോണിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അവരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ അവരോട് പറയാനുള്ളത്, നമ്മുടെ കണ്ണ് സൂക്ഷിക്കണം, കുറച്ച് കെയർഫുള്ളായിരിക്കണം. എന്ന് പറഞ്ഞാൽ മുഖം നമുക്ക് എന്താ പറയുക, കണ്ണ് ഇടയ്ക്കൊന്ന് കഴുകി കൊടുക്കണം. കണ്ണ് ഇങ്ങനെ ചെറുതായിട്ടും ചിമ്മിപ്പിക്കുക ഒക്കെ ചെയ്യുക അല്ലേ. നമ്മൾ ഔട്ടർ ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുന്നത്. ആ കണ്ണിൻ്റെ ഉള്ളിൽ ഞാൻ വരച്ച ഒരു വൃദ്ധനായ ഒരാളിങ്ങനെ നടന്നു പോകണമെന്നാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ കണ്ണ് കാണണേണ്. നമ്മൾ നാളെ നമ്മളും ഇതേപോലെ ആവും. കണ്ണ് കാണിച്ച് തന്നെ നമ്മളെ കേട്ടോ. എല്ലാവരും എങ്ങായിരിക്കില്ല എന്നുള്ളതാണ് സത്യം അല്ലേ. അങ്ങനെ ചില അതൊക്കെ ഒരു ഇതാണ്, നിമിത്തങ്ങളാണ്. നമ്മളെ ഓരോ കാഴ്ചകളും നമ്മളെ കണ്ണ് കാണിച്ചു തരികയാണ് അല്ലേ. വയസ്സായ ആൾക്കാരെ കാണിക്കും, കുട്ടികളെ കാണിക്കും, പ്രകൃതിയെ കാണിക്കും. ചിലത് കണ്ട് കരയും അല്ലേ, കണ്ണ് നനയും എന്നൊക്കെ പറയില്ലേ. ഏകദേശം ഔട്ടർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് പോളിഷ് ചെയ്യട്ടെ. ഏകദേശം കുറച്ച് പോളിഷ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ സീയിങ്.